നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. മാർച്ച് മാസത്തിലെ ബ്രസീലിൻ്റെ ഇൻ്റർനാഷണൽ മത്സരങ്ങൾക്കായുള്ള കോളപ്പിൽ നെയ്മർ ജൂനിയറെ കാർലോ ആഞ്ചലോട്ടി ഉൾപ്പെടുത്തിയേക്കില്ല എന്ന വാർത്ത ഇന്നലെയാണല്ലോ ബ്രസീലിയൻ മാധ്യമങ്ങൾ പുറത്തുവിട്ടത്. ഇപ്പോഴിതാ റാഫീഞ്ഞ ഏറ്റവും പുതിയ ഇൻ്റർവ്യൂ സോഫ സ്കോർ ബ്രസീലിന് നൽകിയിട്ടുള്ള ഇൻ്റർവ്യൂ ആണ്. അതിൽ നെയ്മർ ജൂനിയറെ കുറിച്ച് സംസാരിക്കുന്നു. അദ്ദേഹം പറഞ്ഞു, എൻ്റെ അഭിപ്രായത്തിൽ ബ്രസീൽ ഇപ്പോൾ ഏറ്റവും നല്ല മൊമെൻറ്റിലൂടെയാണ് കടന്നു പോകുന്നത്. നെയ്മർ ഫിസിക്കലി വെല്ലാണെങ്കിൽ ഒരു തർക്കവും ഒരു സംശയവും ഒരു ചർച്ചയും ഉണ്ടാവില്ല, അദ്ദേഹത്തെ വേൾഡ് കപ്പിന് കൊണ്ടുപോകും. പക്ഷേ ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഫിസിക്കൽ ഇഷ്യൂ ആണ്. ഇറ്റ്സ് മോർ ഓഫ് എ ഫിസിക്കൽ ഇഷ്യൂ. ഫിസിക്കലി അദ്ദേഹം 100% ഫിറ്റ് ആവേണ്ടതുണ്ട് എന്നുകൂടി റാഫീഞ്ഞ പറഞ്ഞു വെക്കുന്നു. നെയ്മറുടെ ടാലൻറ്റിലൊന്നും ആർക്കും ഒരു സംശയവും വേണ്ട എന്ന് തന്നെയാണ് റാഫീഞ്ഞ ഇപ്പോൾ പറയുന്നത്. അതേസമയം ബ്രസീൽ ഇപ്പോൾ ഏറ്റവും ബെസ്റ്റ് മൊമെൻറ്റിലൂടെയാണ് കടന്നു പോകുന്ന ഒരു പ്രസ്താവന കൂടി അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ട്. അതാണ് ഇതിലേറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം. സമീപകാലത്ത് ബ്രസീൽ സ്ട്രഗിൾ ചെയ്യുകയാണ്. പക്ഷേ കോച്ച് കാർലോ ആഞ്ചലോട്ടി വന്നപ്പോൾ താരങ്ങൾക്കുള്ളൊരു ആത്മവിശ്വാസമാണ് ഈ വാക്കുകളിൽ നമ്മൾ കാണുന്നത്. ബ്രസീൽ ഇപ്പോൾ ഏറ്റവും നല്ല മൊമെൻറ്റിലാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. അങ്ങനെ ഏറ്റവും നല്ല മൊമെൻറ്റ് നിൽക്കുന്ന ഒരു ടീമിലേക്ക് പരിക്ക് പറ്റി പുറത്ത് നിൽക്കുന്ന ഒരു കളിക്കാരൻ വരണമെങ്കിൽ അയാൾ ഫുള്ളി ഫിറ്റും ആവണം, അയാൾ അത്രയും വലിയ കളിക്കാരനുമാണ്. അത്രയും വലിയ കളിക്കാരനാണ് നെയ്മർ ജൂനിയർ, ആ കാര്യത്തിൽ ആർക്കും തർക്കമില്ല. പക്ഷേ ഫിറ്റ്നസ് ഒരു ഇഷ്യൂ ആണ്. 100% വെല്ലല്ലെങ്കിൽ 100% ഫിറ്റ് അല്ലെങ്കിൽ കാർലോ ആഞ്ചലോട്ടി താരത്തെ കൊണ്ടുപോകില്ല വേൾഡ് കപ്പിന് എന്നത് ഉറപ്പാണ്. അത് തന്നെയാണ് റാഫീഞ്ഞയുടെ വാക്കുകളിലും പ്രതിഫലിക്കുന്നത്. ഇറ്റ്സ് മോർ ഓഫ് എ ഫിസിക്കൽ ഇഷ്യൂ. 100% ഫിറ്റ് ആവേണ്ടതുണ്ട് എന്ന് അദ്ദേഹവും പറഞ്ഞു വെക്കുന്നു. ഏതായാലും നെയ്മറുടെ ഈ സാൻഡോസിലേക്ക് എത്തിയതിന് ശേഷമുള്ള പ്രകടനത്തിൻ്റെ കണക്കുകൾ നോക്കിയാൽ 30 കളികൾ, 11 ഗോളുകളും 5 അസിസ്റ്റുകളും. ഓരോ 137 മിനിറ്റുകളിലുമാണ് ഒരു ഗോൾ കോൺട്രിബ്യൂഷൻ വരുന്നത്. 9 ബിഗ് ചാൻസുകൾ, 82 കീ പാസുകൾ, 167 ഡ്യുവൽസ്, ഇങ്ങനെയൊക്കെയുള്ള കണക്കുകളാണ് അദ്ദേഹത്തിൻ്റേത്. പക്ഷേ ഇപ്പോൾ ഈ ഏറ്റവും അവസാനമായി കളിച്ച മത്സരത്തിലൊന്നും അദ്ദേഹത്തിൻ്റെ മികവ് കാണിക്കാൻ പറ്റിയിട്ടില്ല. അത് സ്വാഭാവികമാണ്, ഔട്ട് ഓഫ് റിതമാണ് എന്ന് അദ്ദേഹം തന്നെ പറയുന്നുമുണ്ട്. വരും മത്സരങ്ങളിൽ അദ്ദേഹം തൻ്റെ റിതം തിരികെ പിടിക്കുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. ഒപ്പം പുതിയ പരിക്കുകൾ പറ്റാതെയും ഇരിക്കട്ടെ. അങ്ങനെ വന്നാൽ ഒരു പക്ഷേ മെയ് മാസത്തിൽ വേൾഡ് കപ്പിനുള്ള ബ്രസീൽ സ്ക്വാഡ് പ്രഖ്യാപിക്കുമ്പോൾ കോച്ച് കാർലോ ആഞ്ചലോട്ടി അദ്ദേഹത്തെ സ്ക്വാഡിലേക്ക് എടുത്തേക്കാം. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.